എടാ ബോബ ഉള്ളി പറയണം ആ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഈ പറ കുറച്ച് പിരിവ് കൂടുതലിട്ടോ ആ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇങ്ങനെയൊക്കെ പറയാം. ചന്ദ്ര ഇന്ന് എനിക്ക് ആകെ 50 രൂപ ചന്ദ്ര ജീറ്റിട്ട് അവനെ കാണാൻ പോകാൻ ഒരു 1000 രൂപയിലും വേണ്ടേ? അവനെ കാണാൻ പോകുന്ന നിനക്ക് 1000 രൂപ ആവശ്യമില്ല. ടിക്കറ്റ് ഇവിടെ തൊട്ട് കായംകുളം വരെ കൂടി പോയി 80 രൂപ ടിക്കറ്റ്. വണ്ടി നീ ആര് ഇതെന്താ പന്നിടാ പന്നി പന്നി സർവറിന്റെ അമ്മ സർവറിന്റെ അഡ്മിനെ തറയിൽ ഇറങ്ങി വന്നു. അവസ്ഥ സംഭവം ഊഹ അത് ശരിയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കുരിശൊക്കെ ടിവിയുടെ ടർഫിന്റെ പവർ ഉണ്ടായി. സർവർ ആക്കിയവരെ ആള് അതൊക്കെയാണ് റേഞ്ച്. ചന്ദ്ര അതാരാ എന്തിനാ ബോഡി നമ്മളെ റേഞ്ച് മനസ്സിലായ നമ്മളെ റേഞ്ച് മനസ്സിലായ റേഞ്ച് ഓഫ് ടിവിയെ. നാളത്തെ ടൈറ്റില് തന്നെ അവന്മാര് നമ്മൾ അടിച്ചെടുക്കുമെന്ന് മേടിച്ച് ചെയ്യുന്ന ഇതൊക്കെ ഇത് കോമ്പറ്റീറ്റീവ് സർവേഴ്സ് ആയിട്ടുള്ള ഒരു പണിയാണ്. ഇത് ഡിമൺസിറ്റി ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനത്തെ ഒരു ഹാക്കിംഗ് തന്ത്രം നമ്മൾ ആദ്യമായിട്ട് കാണുവാണല്ലോ. എന്തൊരു ഐപിഎല്ലിലേക്ക് ഡീഡേഴ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഇതെന്താണ് ഞാൻ വിചാരിച്ചേ ഞാൻ അപ്പാപ്പന്റെ അപ്പാപ്പന്റെ പി ഒ വേണ്ടിട്ട് ഞാൻ വിചാരിച്ചേ അപ്പാപ്പൻ ഈ പവറിലല്ലോ ഇപ്പൊ അതുകൊണ്ടായിരിക്കും ഇതാക്കണേ. ഏറില്ലേ ആടുറ മോളോട്ട് ബഹിരാജ് ശ്രദ്ധിക്കുന്ന ആള് ചന്ദ്ര തല ഇറങ്ങുന്ന ഷവർമ തല ഇറങ്ങി വീഴും. അപ്പാപ്പനെന്താ പറ്റി നമുക്ക് ഞാൻ നൈസായിട്ട് ലൈവ് എടുത്തു. എന്നാ ശരി പോയാ ഞാൻ എന്ത് ചെയ്യുന്ന ഇതൊരു ഒന്നൊന്നര ടർഫ് ആയിരിക്കും. ഇതൊരു ഒന്നൊന്നര ടർഫ് മാറ്റിച്ചെന്ന് പറഞ്ഞ അനൗൺസ്മെന്റ് പറഞ്ഞല്ലേ. ഇതൊരു 1.5 2.5 3.5 4.5 5.5 ടർഫ് ആയിരിക്കും. 9 മണിക്ക് തുടങ്ങുന്ന പറഞ്ഞത് ബാക്കിയുള്ളവരെ തറയിലെങ്കിലിട്ട് ആടുപ്രോനെ എയറിലിട്ട് കളിക്കണ് കറക്കുന്ന കേട്ടാ. അല്ല എന്തൊരു ഒന്നും അറിഞ്ഞില്ല അപ്പാപ്പന്റെ അടുത്താണ് അപ്പാപ്പന്റെ എന്തുള്ളത്. അല്ല അപ്പാപ്പനെ പോയിടാ പന്നി. ഞാൻ പോട്ടെ AC പോയിട്ട് പിള്ളേർക്ക് അത് പ്രചോദനം കൊടുത്തിട്ട് പറഞ്ഞ കേട്ടാ. പ്രചോദനം കൊടുക്കാൻ പോയിട്ട് പറഞ്ഞേ. ലൈവുള്ളവരെല്ലാം കൂടെ അല്ലേ എന്തോ ആടാ പ്രശ്നം. എന്തോ ആടാ പ്രശ്നം.
ചന്ദ്രന്റെ കൂട്ടത്തിലൊന്ന് പഴയ അളിയാ പോസ്റ്റ് ചെയ്ത് വലിയ പോസ്റ്റ് ചെയ്ത് താഴെ എഴുതിന്ന് വായിച്ചു നോക്കി. ഞാനേ ഓർഡർ കൊടുത്ത കേട്ടാ. എടാ ഞാനേ ആദ്യം ബ്രാവനൊക്കെ ഇരുന്നപ്പോഴേ ബ്രാവനെ എടുത്തിട്ട് കളിക്കണേ. അപ്പൊ ഞാൻ വിചാരിച്ചു ബ്രാവന് പവർ ഒന്നും ഇല്ലല്ലോ, ആട് ബ്രോന്റെ ഒക്കെ എന്താന്ന് അറിയാലോ. നോക്കിയപ്പോഴേ ആള് ബഹിരാശത്തിക്കുന്നു. ആ അവസാനം താഴെ ഇറങ്ങിയത്. അതല്ല ഡോക്ടർ കീറി വിളിച്ച് അയ്യോ ഫ്ലാഷ് ഇതെങ്ങനെ നിങ്ങളുടെ മലയാളികൾ മാത്രല്ലേ കേട്ടോ കാണുന്നേ. നമ്മുടെ ഇന്റർനാഷണൽ നമ്മളെ ടിവിയെ കുറിച്ച് എന്തോ വിചാരിച്ചു ബ്രോ. നമ്മള് ഇച്ചിരി റേഞ്ച് ആണ്, നമ്മളെ റേഞ്ച് ഇച്ചിരി വേറെയാണ്. അല്ല ഇതെങ്ങനെ അടുത്ത സർവറിൽ ഇത് പൊക്കാൻ കേട്ടോ. ഇതെന്താ സംഭവിച്ചത്? എന്താ ഇത്? ഇതെന്താ സംഭവിച്ചേ? സത്യം പറഞ്ഞ ഒരു 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് അപ്പാ ഡിമെൻസിറ്റി എത്ര രൂപ വന്ന് അടുത്ത കോൺട്രോസ് ചെയ്യട്ടോ, നാളെ വരും. ചന്ദ്രന്റെ പേര് പറഞ്ഞത് ഞാൻ സത്യസന്ധമായിട്ട് ചോദ്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ചാനലും കൂടി പോയേ തൽക്കാലം ഇന്ന് വേറെ നടത്തിയിട്ട് വേണ്ട 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 മണ്ടക്കിട്ടോ മണ്ടക്കിട്ടോ ഓപ്പൺ ആണ്. തമാശക്ക് പറഞ്ഞല്ലേ. ടർഫായിരിക്കും. ഡെവലപ്പേഴ്സിലോട്ടോ ഇല്ല ബ്രാവോയുടെ ഡെവലപ്പറോട് കളഞ്ഞു. എനിക്ക് സർവർ പോയി ചാനല് പോയി അളിയെ ഇവിടെ ഏതോ ബാറിലടിച്ച് നിപ്പനൊക്കെ അടിച്ച് ഇവിടെ ബോധം നടക്കണേ. അവനങ്ങനെ കള്ളുടിയെ ഞങ്ങക്ക് അങ്ങനെയല്ലേ കാണിക്കത്തുള്ളൂ. എന്തേ പറയുന്നേ? ഇത് ചാനലും കൂടി പോയി കഴിഞ്ഞാൽ തൂങ്ങാൻ പോടാ. ഞാൻ ചാനലൊക്കെ എന്റെ ചാനൽ കൊണ്ടുപോയി. നീ ചന്ദ്രന്റെ കണ്ടല്ലേ കിക്ക് അക്കൗണ്ടൊക്കെ പോകും. കണ്ടവരൊക്കെ കൊണ്ടുപോകും. ഞാനേ നിന്നെ പോലെ കണ്ട തുണ്ട് ഞാനൊന്നും മനസ്സിലായി. നീ കണ്ട VPN ഇട്ട് കേറിയതിന്റെ പ്രശ്നം ഇത്. ഇത് തുണ്ടാണെന്നല്ലേ സത്യം. അത് അങ്ങനെ കൊണ്ടുപോകും. ചന്ദ്രാതെ എനിക്ക് ഫ്രഷ് മെയിൽ തനിയെ ഫ്രഷ് മെയിൽ എന്നാ? ഫ്രഷ് മെയിലാ? ഫ്രഷ് മെയിൽ പുതിയ മെയിലിന്ന് ഫ്രഷ്. ഓ അങ്ങനെ ഫ്രഷ് മെയിൽ എന്ന് ഫീമെയിൽ മെയിൽ. ഇനി നമ്മുടെ ടിവിയിൽ സ്ലോട്ട് ഫ്രീ ആയിട്ടാ. ഏതാ പെർമനന്റ് ബാന ആര്? അപ്പാപ്പന ഈടിച്ചിട്ട് പറഞ്ഞാലേ വാറ് കഴിച്ച് നമ്മൾ ടർഫ് കഴിച്ചെന്ന് പറഞ്ഞാലേ ലെറ്റ്സ് ഫക്കിങ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാപ്പനോട് സ്ക്രീൻ ഓഫ് ആക്കാൻ പറയാം. ഈശ്വര അവിടെ ചെന്ന് വേണ്ട പുതിയ IP മേടിക്കും കേട്ടോ, കാശ് കൊടുത്ത് അവന് കാണിച്ചു കൊടുത്തോണ്ട്. കറക്റ്റ് സമയത്ത് എന്തൊക്കെയായിരുന്നു கடவுளே கடவுளே விழுந்து விட்டேன் உன்னாலே കനവിലെ കനവിലെ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടില്ല സെറ്റായി പറയണേ. ഞാൻ അങ്ങോട്ട് അപ്പുറത്തെ ദിവസത്തിലോട്ട് പോകുന്നു പറയണേ. സ്ക്രീൻ ഓഫ് നിങ്ങളെല്ലാം കളി, ഞാൻ അപ്പുറത്തെ ദിവസം ഇരിക്കാം. നമ്മുടെ ഒന്ന് സൈലന്റ് ആവണേ. ഞാൻ
അല്ല ഒന്നുമില്ല, അത് ഞെക്കിയിട്ട് അതിനകത്ത് എന്തോ ഇത് പറയണ, അത് കൊടുത്താ മതി. ചന്ദ്രനെ പോലെ തുടങ്ങും. എടാ അറിഞ്ഞൂടാ അത് നോ. എന്താ പറയണ്ടേ അറിയത്തില്ല. പോയിട്ട് ഇപ്പൊ തുടങ്ങുന്ന പറയാ. അത് ഇപ്പൊ തുടങ്ങുന്ന പറയണേ, നോക്കാം. ആ. എന്താ ഏറ്റവും കൂടുതൽ ഗ്യാങ് ഫണ്ട് തന്ന എടാ ഏറ്റവും കൂടുതൽ ഗ്യാങ് ഫണ്ട് തന്ന ആര് ഡിസ്കസ് ചെയ്ത അവസാനം? സഞ്ജീവ് ടർഫ് പോസ്റ്റ്പോൺ ചെയ്തു. സഞ്ജീവ് ടർഫ് പോസ്റ്റ്പോൺ ഈ സൗണ്ട് കൂട്ടിയല്ല, അവ സൗണ്ട് കൂട്ടി. ടർഫ് മാറ്റി ചന്ത്. ഞാൻ സൗണ്ട് കുറച്ച് അത് അവർക്കെന്തോ ഒത്തിരി പണിയുണ്ടെന്ന്. അയ്യോ വെയിറ്റ്, കൺഫേം ആയിന്ന് അറിഞ്ഞൂടാ. കൺഫേം ആയെന്നാണ് എന്റെ വിശ്വാസം. കൺഫേം അല്ലെങ്കിൽ ഒന്ന് പറയണേ. അതെ കോച്ചൊക്കെ വന്ന് കൺഫേം ആയില്ലേ കോച്ച്? മാറ്റിയില്ലേ? സർവർ മൊത്തം കൊണ്ടുപോയെന്ന് ടർഫിന്റെ മാൻവെയർ ഇഞ്ചക്ട് ചെയ്തു. ഓ നീ അപ്പാപ്പനെ കൊടുത്താലേ തിരിച്ചു. അപ്പൊ പിസിയുടെ കൊണ്ടുപോയി ലാസ്റ്റ് നോക്കിയപ്പോ. யாரெல்லாம் இப்ப கடைசியா வந்துட்டு ஐபி அட்ரஸ் காமிச்சு அவங்க ஐபி அட்ரஸ்ல இருக்கிற எல்லா மால்ஃபேரையும் லாக் பண்ணி வச்சுக்கோங்க. ഓക്കെ, അപ്പം എല്ലാരും പോയിട്ടുണ്ട്. ബൈ ബൈ, എല്ലാവർക്കും ഒരു ബൈ ഉണ്ട്. എല്ലാരും എല്ലാരെയും കൊണ്ടുപോയി. ഇപ്പൊ നിങ്ങളുടെ പീസ് இல்ல ஆன்டிவைரஸ் போட்டு வச்சு ஆன் பண்ணிக்கோங்க. அந்த ஆன்டிவைரஸ்ல ஆஃப் பண்ணுவீங்கல்ல, அதெல்லாம் ஆஃப் பண்ணாதீங்க. നീലനെ ലൈവ് ഇപ്പൊ നീലനല്ല ലൈവ് ചെയ്യുന്നത്. ഇപ്പൊ മറ്റേ പുള്ളിയാണ് ഇപ്പൊ നീലനല്ല ലൈവ്. കുട്ടാ രസിക്കടാ, എന്തോ അവര് കൊണ്ടുവന്നു. ടർഫ് കിട്ടിയാളിയാ. പിന്നല്ലാണ്ട് പിള്ളേരൊക്കെ ഒരേ കളിയായിരുന്നു. ഒരേ കളിച്ചു വിട്ടവരെ അളിയാ സാറളിയാ ലൈവാ. റീസ്റ്റാർട്ട് ആകാൻ പെട്ടെന്ന് 5 മിനിറ്റ് കളി തീർന്നു. പിള്ളേർ അഗ്രസീവ് ആയിരുന്നു. ഞാൻ നോക്കിട്ട് വിളിക്കാം. നമുക്ക് സിറ്റിയിൽ ഒരു അടിയുണ്ട്. നോക്കിട്ട് എന്ത് സിയുവിന്റെ സിറ്റുവേഷൻ എന്താണ്? சந்திரா உன்னை டிராக் பண்ற மேல ட்ராக் பண்ணு. தல்லானோ தல்ல லைவா. ஓகே ஓகே. என்ன அது நான் சம்சாரிச்சு இவன் கிட்ட, நீலன் கிட்ட. யாருக்கிட்ட? நீலன் கிட்ட. என்ன அந்த மாதிரி സിറ്റുവേഷൻ എടുക്ക തവലൻ പറഞ്ഞു. അത് ലീവ് ഇറ്റ് കോച്ച്, അത് പിന്നെ സംസാരിക്കാം. പത്താഴോ എടാ സർവർ ബ്രാവോ കാശ് വാങ്ങിട്ട് ഇത് ചെയ്ത് ലിങ്ക് ഐപി ലീക്ക് ചെയ്ത് അപ്പൊ തന്നെ സർവർ കൊണ്ടുപോയി. അതാണ് പ്രശ്നം, അതാണ് ഉണ്ടായത് ഇവിടെ. ബ്രാവോ നമ്മളെ ഉമ്പിക്കുന്ന വിചാരിച്ചില്ല. നമ്മളെ ഉമ്പിക്കുന്നത് ഇങ്ങനെ ഉമ്പിക്കുന്ന വിചാരിച്ചില്ല. ഇങ്ങനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഹലോ അളിയാ. അളിയ എന്തൊക്കെ അനാവശ്യ അളിയ, എന്തൊക്കെയാ പറയുന്ന അളിയ. അല്ലെങ്കിൽ നീ ഒരു സ്ട്രീമർ അല്ലേ, ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ടേ? അപ്പാപ്പൻ കണ്ട സർവറിൽ നിന്നൊക്കെ കാശ് വാങ്ങിട്ട് ഐപി ലീക്കാക്കി. സത്യം പറയട്ടെ, എങ്ങനെ അപ്പാപ്പൻ ലീക്കാക്കി തന്നെ? അല്ലല്ല, ഇന്നലത്തെ എന്റെ ലൈവില് ബ്രാവോടെ എന്റെ ചാറ്റ് ഉണ്ടായിരുന്നു. ആ ചാറ്റിനകത്ത് ബ്രാവോ എനിക്ക് അയച്ചു ആണോ? സങ്കടമൊക്കെ മനസ്സിലാക്കി ലാസ്റ്റ് ലൈവിൽ നിർത്തിച്ചില്ല ഞാൻ. ഞാൻ പറയാം അപ്പാപ്പൻ്റെ പറയാത്. മൊബൈലിലല്ലേ PC ഹാക്കർ ഉണ്ടായിരുന്ന കേട്ടെ. അപ്പാപ്പ ഇന്നലെ അപ്പാപ്പന്റെയും അവന്റെ ഉള്ള ചാറ്റ് ഈഗിളിന്റെ ലൈവിൽ ഉണ്ടായിരുന്നെന്ന്. അതിൽ ഐപി ഉണ്ടായിരുന്നു. നമ്മുടെ PC ഒക്കെ കൊണ്ടുപോവൻ.
കൊണ്ടുപോകുന്നോ? പോയല്ലോ. അത്രയ്ക്ക് വെബ്സൈറ്റ് വിൽക്കാനിട്ട് അത്രയ്ക്ക് ഉറപ്പുള്ളവനാണെങ്കിൽ വില്ലുമോന്റെ ഇത് കൊണ്ടുപോയി കാണിച്ച വില്ലുവിന്റെ കൊണ്ട് അത്രയ്ക്ക് ഉറപ്പുള്ളവനാണെങ്കിൽ വില്ലുമോന്റെ കൊണ്ടുപോയി കാണിച്ചാടാ. അത്രയ്ക്ക് ഉറപ്പുള്ള ചന്ദ്രനും എന്താ എനിക്ക് നിങ്ങളത് ഒരു പ്രശ്നം ജോയിൻ ചെയ്യില്ലേ, വില്ലുമോൻ ജോയിൻ ചെയ്തത് അവനോട് IP தான் കാട്ടാണ്. ഞാൻ പോയി ഞാൻ വെല്ലുവിളിയിലാകാം, വെല്ലുമോനോടാവല്ലേ. ഇനി വളകണ്ടേ വില്ലു யாரு second time rejoin ചെയ്താണോ ഞാൻ അപ്പം ഈ ടർഫൊക്കെ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ ഇന്ന് ബിസിയാന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇനി ചൊവ്വാഴ്ച കളിക്കാം. ഏത് ഇനി അടുത്ത ടർഫിന് ഞാൻ ഉണ്ട്. അടുത്ത ടർഫിന് അപ്പൊ ഞാൻ ഉണ്ട്. എന്നാ റീഷെഡ്യൂൾ ചെയ്തേ? സൺഡേ 11 അപ്പൊ 12. ഓക്കെ, മറ്റേ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ബുധനാഴ്ച ആക്കാൻ പറ്റുമോ? ചന്ദ്രന് ബാൻ ഇട്ടില്ലല്ലോ. എന്നാ എനിക്ക് ബാൻ ഇട്ട് ഇല്ല കുഴപ്പമില്ല. ബുധനാഴ്ച ആകുമ്പോ ഒന്നുകൂടെ നമുക്ക് ലീക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ചൊവ്വാഴ്ച ലീക്ക് ചെയ്യാം. അപ്പം ബുധനിലോട്ട് മാറ്റിക്കോളും. ഡെയിലി സാലറി അതോ ഇയർലി ആനുവൽ ആണോ? അതങ്ങനല്ല, അത് ഈ എന്താ പറയാ, നമ്മൾ കൈക്കൂലി തരുന്ന അനുസരിച്ച്. മനസ്സിലായോ? നല്ല രീതി തന്നു കഴിഞ്ഞാ നല്ല രീതി അടിക്കാന്ന്. എന്നാലും ഫ്ലോ അങ്ങ് പോയി. പോട്ടെ, കുഴപ്പമില്ല. ഇന്ന് സത്യം പറയട്ടെ, എന്താ ഇന്ന് ടർഫ് ഉണ്ടായിരുന്നു അടിച്ചെടുത്തിട്ട് അത്ര അടിപൊളി മൂഡിലായിരുന്നു. ചാടിക്കറി വന്ന് ഇവിടെ ഇരുന്ന് എന്നാലും ഫുള്ള് സെറ്റ് ആയിരുന്നു അല്ലടാ. നമ്മളിത് എടുക്കത്തില്ലായിരുന്നു ടർഫ്. എങ്ങനെയൊക്കെ പറയാ. അപ്പൊ നമുക്ക് ഈ ഒരു ആവേശത്തില്ല, നമുക്ക് മെയിൻ സർവർ നമുക്ക് മെയിൻ സർവർ ടർഫം കളിച്ചാലാ ഈ ഒരു ആവേശത്തിൽ. എന്ത് പറയണ മൂടായിരുന്നു. ഇപ്പൊ ടച്ച് സർവറേ പോയിട്ടുള്ളൂ. മെയിനും കൂടെ കളയാനുള്ള പരിപാടിയാ. ഞാൻ പോയി എന്റെ PC റീസെറ്റ് ചെയ്തിട്ട് പോയി. ഓക്കെ എല്ലാം സെറ്റ് ആകും. പിന്നെ നീലനൊക്കെ ഇപ്പൊ ഫുള്ള് PC മൊത്തം വൈപ്പ് ചെയ്യപ്പോ. CM സിറ്റിയില് പോലും ഇല്ലല്ലോ. CM ഒന്നും കണ്ട ഗ്യാങ്ങാണ് വള്ളി പിടിക്കല്ല. നിന്റെ അച്ഛൻ കളിക്കും. വള്ളി ആയിരുന്നു ചന്ദ്രൻ എല്ലാം അറിയണ്ടോ? മറ്റേ പീഡിനെ അടി വാങ്ങിച്ചിട്ട് എല്ലാവരുടെ കാര്യം കേട്ടോ. ഇന്ന് നടന്ന സംഭവം നമുക്കിടയിൽ തീരണം. ഇത് വെളിയിലോട്ട് പോരുത്. ആരും അറിയട്ടില്ല. അറിയാനേ പാടില്ല. അറിഞ്ഞിട്ടേ ഇല്ല. அப்பவன் அவன் ஏற்கனவே போன் பண்ணி சொல்லிட்டான் சந்திரா. வெரி ஃபாஸ்ட் அப்டேட். താങ്ക് യു. ഇതൊക്കെ വേണ്ടി ഞാൻ അവന്റെ ഒന്നും പറയില്ല. ആളെവിടെ നിപ്പനടിച്ച് ബോധമില്ലായിരിക്കുക. അവനൊക്കെ എന്തു ചെയ്യാൻ. ഫേസ് ക്യാം ഇട്ടോണ്ട് കാണാണ് ഞാൻ ഇവിടെ ലൈവ് ഇട്ടോണ്ടിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സെർവറിന്റെ ഓണർ ഏറി പോകുന്നു. റിയാക്ഷൻ ഓഫ് സെർവേഴ്സ് ഓണർ. റോ എക്സ്പ്രഷൻ മിസ് ആയതല്ലേ അവർക്ക്. ആടുപുറന്റെ നല്ലോണം കിട്ടി. പുതിയ സിറ്റി ഇല്ല, ഇത് ടെസ്റ്റ് സർവർ അല്ലടാ. നമുക്ക് വലിയ എക്സ്പെൻസ് ഇല്ല. നമുക്കൊരു 3000 രൂപ മതിയാവും. 3000 രൂപ നമുക്ക് ചെറിയൊരു കോസ്റ്റ് എടുക്കാം. ടെസ്റ്റ് നമുക്ക് ടർഫ് ഈ സെർവർ ഇത് എടാ ശ്രദ്ധിക്കും. നമുക്കൊന്നും ഇത് ഒരു കുഴപ്പമില്ല. നമ്മൾ ചില്ലായിട്ടിരിക്കുന്നതാണ്. ഇതൊരു വിഷയമുള്ള കാര്യമല്ല. പറ്റുമെങ്കിൽ മെയിൻ സർവർ നമ്മള് തളരത്തൊന്നുമില്ല ഇതിലൊന്നും. മനസ്സിലായില്ലേ? പറ്റുമെങ്കിൽ മെയിൻ സർവർ ഒന്ന് അടി. ഒരു മനുഷ്യൻ പറഞ്ഞേട്ടോ. ஆனா 70000 ரூபாய் கொடுத்து வாங்குறீங்கன்னா அதுக்கு ஏத்த இது இருக்குல்ல ബാക്കപ്പ്. ഇവിടെ 70000 നമ്മള് 70000 പോയാലേ നമ്മളിവിടെ ലക്ഷങ്ങൾ മുടക്കും. കോച്ചിന്റെ ഒക്കെ വീട് വിറ്റിട്ടായാലും അതിലും വലിയ ഷെയ്ക്ക് ഉണ്ട്, സാങ്കുര്യം ഉണ്ട്. നമുക്ക് അറക്കാന്ന് അവരായിരുത്തി ആൾക്കാർ. റിച്ചസ്റ്റ് ആയിട്ടുള്ള കോടീശ്വരന്മാർ കളിക്കുന്ന സിറ്റിയാണ് 70000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ചന്ദ്രബോസ് ഉണ്ട്. അല്ല പിന്നെ ഒറ്റക്ക് മുട്ട പറിച്ചെടുത്തില്ല. പ്രോട്ടീൻ വെള്ളത്തിൽ മുട്ട പറിച്ചായിരുന്നില്ല.